ഏതെങ്കിലും പുതിയ പ്രൊജക്ട് വന്നിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറാട്ടണ്ണൻ CA ആയിട്ട്. ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ ടീമിൽ നിന്ന്? അല്ല, ഫാൻസിയാലോ ഭീഷണിപ്പെടുത്തി എമ്പുരാൻ ലേറ്റ് ദിവസം പഞ്ചായത്തായിട്ട് വരാൻ അടിക്കാന്ന് പറയും, അടിക്കലോ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് 3 പേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഫാൻസ് ഗ്രൂപ്പ്, പൈനാപ്പിൾ അണ്ണൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആറാട്ടണ്ണന്റെ ലോഗോ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നമുള്ള ഗ്രൂപ്പാണ്. AJP എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക്? അസോസിയേഷൻ വല്ലതും ഉണ്ടോ? ഒരു ആക്ടർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തോ ഒന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തൊരു കഥ. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടോ മോനെ, അതായത് എനിക്ക് നിന്നൊരു നല്ല പേര് കേട്ടിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടിട്ട് കണ്ണടച്ചാൽ മതി അങ്ങനെ വല്ലതും അമ്മ പറഞ്ഞിട്ടുണ്ടോ? പെരേര ഒരു കാമപ്രാന്തനാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും മൂവി കണ്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? എത്ര പടങ്ങൾ ഉറങ്ങേണ്ട പേരിൽ ഒരു പടത്തിന്റെ ഉറങ്ങേണ്ട പേര് കേസെടുത്തില്ല. രണ്ടാമത്തെ ഷോ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഉറങ്ങും. വിഷ്ണു കൊച്ചിക്കാരനും പെരേരയും നിങ്ങളെ യൂസ് ചെയ്യാണെന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തും ചെയ്യും? സെക്സി ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യുമോ? ഞാൻ ന്യൂഡായിട്ട് കൂടെ അഭിനയിക്കാൻ തയ്യാറാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മൈൻഡ്സ്കേപ്പിന്റെ എപ്പിസോഡിൽ അവസാനമായിട്ട് ഒരു ചോദ്യം അങ്ങോട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുള്ള ആരോടാണ് ക്രഷ് തോന്നിയത്? എന്നോട് കമ്മിറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ആരോടെ ഒരു അട്രാക്ഷൻ തോന്നിയത്? ഏതിപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ആണെങ്കിലും അനങ്ങിയ പെരേരയുടെ കുറ്റം പറയുന്നത് അല്ലേ? അപ്പൊ ഈ പെരേരയുടെ കുറ്റം പറയുന്നതുകൊണ്ട് അതേപോലെ തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയാൻ പെരേര ഒരു കാര്യം ഞാൻ പറയാം. പെരേര ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അയാൾ എന്റെ പേര് പറയുമ്പോ ഞാൻ വീണ്ടും ഫെയിം ആവണേന്ന്. അല്ല, സീരിയസ് ആയിട്ട് പെരേര അത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അങ്ങാട് ഇങ്ങോട്ട് പറയുമെങ്കിലും പക്ഷെ നമ്മള് ഒരു കണക്റ്റിംഗ് ഉണ്ട് 3 പേരും തമ്മിൽ. ഇവരിപ്പോ അവനെ പറ്റി പറഞ്ഞാലും അവൻ എന്നെ പറ്റി പറഞ്ഞാലും ഒരു കണക്റ്റിംഗ് ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റീച്ച് എന്ന് പറഞ്ഞ സംഭവം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് രണ്ടുപേർക്കും അങ്ങാട് ഇങ്ങോട്ട് അതെ, അതാണ് അങ്ങാട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞതിന് കുഴപ്പമില്ല അല്ലെ, അവർക്കും കുഴപ്പമില്ല. ഇപ്പൊ 8 മില്യൺ പേരാണ് പെരേരയുടെ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ ഈ പെരേരനെ അറിയാത്തവർ ഉണ്ടല്ലേ, പെരേരക്ക് അറിയാത്തവർ പോലും പെരേര എന്നൊരു പേരവിടെ വന്ന് അപ്പൊ ആരാന്നുള്ളത് നിങ്ങൾ അറിയാത്തവർ സെർച്ച് ചെയ്യും. അപ്പൊ അവനത് ഗുണമല്ലേ അത്. ലാസ്റ്റ് നിങ്ങൾ കണ്ട മൂവി ഏതാ? ലാസ്റ്റ് കണ്ട മൂവി റോന്ത് കണ്ടായിരുന്നു. റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പടമാണ്. റിവ്യൂ പറയുന്ന പോലെ ഒന്ന് പറയോ? റിവ്യൂ എന്താ പറയണ, നല്ല റോസ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ റോളാണ്. നല്ല ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിലീഷ് പോത്തൻ നല്ലൊരു ആക്ടറാണ്. നല്ലൊരു ആക്ടറാണ്. റോസിൽ നല്ല നനഞ്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു. ദിലീഷ് പോത്തൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഇതാണ്. പുള്ളി നല്ല നാച്ചുറൽ ആക്ടർ എന്ന് തന്നെ പറയാം. ദിലീഷ് പോത്തനും കുറെ കഷ്ടപ്പെട്ടാണ്. ദിലീഷ് പോത്തന് അറിയാം കാര്യങ്ങൾ. തുടരും മൂവി അതിന്റെ എന്താ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തുടരും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ പഴയ ലാലേട്ടൻ ആ രീതിയിൽ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ ദൃശ്യത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അത്ര വലിയ എക്സ്ട്രാ ഒരു മൂവി ആയിട്ട് തോന്നിയില്ല. ഇത്രയും ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞ നല്ല റേറ്റിംഗ് ഉള്ള ഒരു മൂവി എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ, തന്റെ ഒരു കാര്യം തനിക്ക് റിവ്യൂ. ഇപ്പൊ മറ്റേ ധ്യാൻ ശ്രീനിവാസ് സിനിമ പറഞ്ഞാൽ പ്യൂർലി സബ്ജക്റ്റീവാണ്. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പൊ ഈ എത്ര പടം കോക്ക് നെഗറ്റീവ് കൊടുത്തോളൂ, ആ പടങ്ങളെല്ലാം നന്നായിട്ട് ഓടി. നിങ്ങൾ പറയാറുണ്ടോ ഞാൻ നെഗറ്റീവ് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കാണാണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമാണ്? അത് എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങളിപ്പോ ജോയ് മാറ്റി പോലെ ആൾക്കാരൊക്കെയാണ് വേൾഡ് സിനിമയെ കണ്ട, അവരൊക്കെയാണ് റിവ്യൂ ചെയ്യേണ്ട. ഞാനായാലും ഇവരെല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളാണ്. ടിനു പാപ്പിച്ച മണ്ണാൾ എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായങ്ങളാണ്, അല്ലാതെ റിവ്യൂ ഒന്നല്ല. നിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റി വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഒരിക്കൽ ഇരട്ടാവണ സിനിമയ്ക്ക് കുറച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ജോർജ് എല്ലാം വിളിച്ചിട്ടുണ്ടായി. ഒരു ജോർജ് നേരിട്ട് വിളിച്ചില്ല, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴി, ഒരു PR വഴി വിളിച്ചിട്ടുണ്ടായി. പിന്നെ അതൊരു നടൻ വിളിച്ചില്ലായിരുന്നു. ഒരു ആക്ടർ എന്തോ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തോ ഒന്നുണ്ടായിരുന്നില്ല? അങ്ങനെ എന്തൊരു കഥ? അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. അതല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു പറയണ്ട. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും അത് റിയൽ ആണോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
അനുവദിച്ചിട്ട് പറയണ്ട അതൊക്കെ കോടതിയിലുള്ള കാര്യമാണ്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, ഒരു വീഡിയോ കണ്ടു, നിങ്ങൾ അറസ്റ്റിലായ സമയത്ത് എന്തോ ആറാട്ടക്ക അങ്ങനെ ഒരു ആള് വന്നിട്ടുണ്ട്. ഫെയിം ആയി അമ്മയുടെ ഒരു പെൺകുട്ടി വോയിസ് എടുത്തില്ലായിരുന്നു. ആറാട്ടക്ക ആറാട്ടക്ക അനുപമരാജ്. ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ചെയ്തിരുന്നു. റിപ്ലൈ തന്നോ? റിപ്ലൈ തന്നു. താങ്ക്സ് എന്നാണ് പറഞ്ഞത്. അവരോട് ഇഷ്ടം തോന്നിയോ? ക്രഷ്? ഇല്ല, ഫ്രണ്ട് ആയി മാത്രമേ. ആ കുട്ടി വളരെ റിസ്ക് എടുത്തത്. പലരും പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി എണീറ്റ് പറയും ക്രഷാണ്, ലവ് ആണ്. എന്തേ പറയാഞ്ഞ്? എനിക്ക് ഫ്രണ്ട് പോലെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ജയിലിൽ പോയോടെ ഇങ്ങനത്തെ വികാരങ്ങൾ പോയി. എന്തോ നല്ലോണം കിട്ടിയതല്ല, അവിടെ ഇങ്ങനത്തെ എന്തറിയില്ല. റിവ്യൂസ് ഇടുന്ന ആ ഒരു ഗ്യാങ് ഇല്ലേ നിങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇടയ്ക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ഗ്യാങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൾ നടത്തുന്നുണ്ടായിരുന്നു. അണ്ണന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാരും പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അതൊന്നുമില്ല. നിങ്ങൾക്ക് 3 പേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടോ? അലൻ ജോസ് പെരേരയ്ക്കും ഞങ്ങൾ 2 മാസം വേറെ കുറെ അല്ലടോ, ഫാൻസ് ഗ്രൂപ്പ് പൈനാപ്പിൾ അണ്ണൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആറാട്ടണ്ണന്റെ ലോഗോ എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമുള്ള ഗ്രൂപ്പാണ്. AJP എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ രജിസ്റ്റർ ഒന്നുമില്ല, കളിയാക്കാൻ വേണ്ടി കുറെ പേര് ഗ്രൂപ്പ് ഒക്കെ നിങ്ങളുണ്ടോ? അത് ഊക്കലിന്റെ പരിപാടിയാണ്. പക്ഷെ ഞങ്ങൾ ലെഫ്റ്റ് ആവും. ഞങ്ങൾ ലെഫ്റ്റ് ആവും. അല്ല, ലെഫ്റ്റ് ആവും. ഇപ്പൊ അണ്ണന്റെ നമ്പർ കിട്ടാൻ പുതിയ നമ്പർ പിന്നെ ആഡ് ചെയ്യും, പിന്നെ ലെഫ്റ്റ് ആവും, പിന്നെ ആഡ് ചെയ്യും ഒരേ ടൈമിലേ. പിന്നെ വേറെ കേസുണ്ട്, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവര് കയറി കത്തിച്ചോളും. അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അത് കൂടുതലും ദുബായ്, അമേരിക്ക, അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും കാണുന്ന വിദേശികളാണ്, വിദേശത്തുള്ള ആൾക്കാർ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ ഓൾമോസ്റ്റ് ഒരുവിധ ടീമുകൾ എല്ലാം മലയാളീസിനും അറിയാം. അപ്പൊ ഞാൻ തന്നെ നമ്പർ കൊടുത്തപ്പോൾ പല സ്ഥലത്തിനും കോൾ വരുന്നു. ഇപ്പോ റിവ്യൂസ് പറയുന്നില്ലേ, അപ്പോൾ ഒരേ സമയം തന്നെ ലാലേട്ടൻ ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ സമയം ലാലേട്ടനെ എന്താ പറയാ, പുകഴ്ത്താനും അറിയാം, താഴ്ത്താനും അറിയാം. ഞാൻ എല്ലാവരും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ദിലീപ് ആയാലും എല്ലാവരും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഈ മോഹൻലാലിനെ കുറിച്ച് എപ്പോഴെങ്കിലും നെഗറ്റീവ്, ഈ മൂവി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ സമയത്ത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ താല്പര്യമില്ല. ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ ടീമിന്ന്? അല്ല, ഫാൻസിയാലോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എമ്പുരാൻ റിലീസ് ദിവസം 5-8 വരാൻ അടിക്കാനുള്ള പറയും, അടിക്കലോ ചെയ്യുമ്പോൾ. എമ്പുരാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, എമ്പുരാൻ വെറുതെ ആളുകളെ പറ്റിക്കുകയാണ്, ഒരു കാരണം ആ പടം മാർക്കറ്റിംഗിലാണ്, ആ മാർക്കറ്റിംഗിന്റെ പേരിലാണ്. പടം അത്ര നന്നായിട്ട് വന്നില്ല. മാർക്കറ്റിംഗിന്റെ പേരിൽ ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യണം. കാരണം ഇപ്പൊ അങ്ങനത്തെ പല സിനിമയുണ്ട്. ഷാറുഖ് ഖാന്റെ പടം പണ്ടത്തെ സിനിമ പറഞ്ഞാൽ ഈ 3 ദിവസത്തെ കളക്ഷനും മറ്റേ വെച്ച് ഇവർ കാശിലാക്കും. പടം ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് അമീർ ഖാൻ നോക്കിയാണ്, അമീർ ഖാന്റെ പടം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പുള്ളിക്ക് ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് പെരേര പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളോട് പറയണ്ടായിരുന്നു പെരേര പൈസ ഉണ്ട്, പല സ്ത്രീകളെ കൂടെ പോകുന്നു, അതിന് പോകുന്നു, ഇതിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് തികച്ചും അയാളുടെ വ്യക്തിപരമായ കാര്യമല്ല, അയാൾ അങ്ങനെ പോകുന്നത് അല്ലേ? അപ്പൊ പറയാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നലുണ്ട്. പറയാൻ പാടില്ല, കാരണം റീച്ചിന് വേണ്ടി താങ്കൾ അത് ചെയ്യും, ഇനിയും ചെയ്യും. റീച്ച് വേണ്ടിയല്ല, ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. പക്ഷെ പറയാൻ പാടില്ല. ദേഷ്യം വന്നിട്ട് ചെയ്തതാണോ? അങ്ങനെ ദേഷ്യമല്ല, ഉള്ളാരും പറഞ്ഞാണ്. പക്ഷെ അവനത് ആസ്വദിക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞത് അവനൊന്നും കൂടി റീച്ച് ആവട്ടെ എന്ന്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം? ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അയാളെ ബാധിക്കും. കാരണം അയാൾക്ക് 24 വയസ്സേ ഉള്ളൂ. അയാൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. അതിനെ ബാധിക്കും. ഒരു പക്ഷേ പെരേരയ്ക്ക് കിട്ടുന്നത് കൊണ്ടും നിങ്ങൾക്ക് കിട്ടാത്തതും കൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ ആണോ നിങ്ങൾക്ക്? അങ്ങനൊന്നല്ല, അങ്ങനൊന്നുമല്ല. അങ്ങനെ പറയാലോ. ചിലപ്പോ ഉള്ളിലുണ്ടാവായിരിക്കും എനിക്ക് കിട്ടുന്നില്ല, അവനും. എന്റെ പ്രായത്തിലെ അമ്മമാർക്ക് അതുണ്ട്, പക്ഷെ എനിക്കത് തോന്നിയിട്ടില്ല. അപ്പൊ നിങ്ങളൊരു അമ്മാവനാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്? അല്ല, നമ്മള് 39 വയസ്സിലായില്ലേ. 39 വയസ്സായ അമ്മാവനല്ല, നമ്മൾ പഴയ ജനറേഷനാണല്ലോ. ചിരിയാണ്ടല്ല. ചൈൽഡ്ഹുഡിലെ ക്രഷ് ആരാ? ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ക്രഷ് ആരാ? ക്രഷാ ചെറുപ്പത്തിലെ എനിക്ക് ടൈറ്റാനിക്കിൽ അവിടെ കേറ്റ് വിൽസലോട് തോന്നിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടേ ഈ ആരാധകരെ കൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര ശല്യം. അങ്ങനെ ബ്ലോക്ക് ചെയ്ത ആരെങ്കിലൊക്കെ ഉണ്ടോ? മെസ്സേജ് അയച്ചോ? മെസ്സേജ് അയച്ചു പെൺകുട്ടികളാണ് മെസ്സേജ് അയക്കാല്ല, ആണുങ്ങൾ അയക്കണം. നല്ല പെൺകുട്ടികൾ അയക്കാറില്ല. ആണുങ്ങൾ ശരിക്കും തെരുവിളിച്ചല്ല എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ മെസ്സേജ് അങ്ങനെ വിടാറില്ല പുള്ളിക്ക്. പെണ്ണുങ്ങൾക്ക് പേടിയാണ്, കാരണം അടുത്ത ദിവസം വിളിച്ചു പറയും ക്രസ്സാന്ന് പറയും. അപ്പൊ അത് അറിയാം, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ വിളിച്ച് പറയുന്നുള്ളതൊക്കെ അറിയാം. എന്റെ എല്ലാം ഞാൻ തുറന്നു പറയും. ടൂ മച്ച് ഫ്രാങ്ക് ആണ്, അത് കുഴപ്പമാണ്. ഡിപ്ലോമാറ്റിക് അല്ല. അത് നല്ല സ്വഭാവം തോന്നിയിട്ടുണ്ടോ? അത് നെഗറ്റീവ് ആണ്. സിനിമ ഫീൽഡിൽ പോകണമെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. ഓക്കെ,
ഇപ്പൊ അറസ്റ്റിലായില്ലേ? ഈ അറസ്റ്റിലായല്ലോ, ഈ അറസ്റ്റിലായപ്പോ അറസ്റ്റിലായില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ പെരേര ചെയ്യേണ്ട, ഇപ്പൊ പെരേര കുറെ ആൽബങ്ങളൊക്കെ ചെയ്യുന്നു, ഭയങ്കര ഒന്നും കൂടെ അവനൊന്നും കൂടി ഫേമസ് ആയി. അപ്പോ ആ ചാൻസ് ഒക്കെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അടുത്ത കാലത്ത് ഭയങ്കര ഡൗൺ ആയിട്ട് പോയതാണ്. ഇപ്പൊ വീണ്ടും കയറിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആയി. ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ആൽബം ചെയ്തായിരുന്നല്ലോ. തിരുമാലിയുടെ ഒരു ആൽബം ചെയ്തായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി ചെയ്ത്. ഞാൻ പോയ സമയത്ത് പെരേരയ്ക്ക് ഒരുപാട് പിന്നെ മലപ്പുറത്തുള്ള ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. അത് കല്യാണ പരിപാടിയല്ലേ, അത് കിട്ടും. അത് ഭയങ്കര റീച്ച് ആയിരുന്നു. അല്ല, അങ്ങനൊന്നല്ല. അയാൾ വന്നത് പോലും സ്വന്തമായി റിവ്യൂ പറഞ്ഞ ഞാൻ കൊണ്ടുവന്നല്ല. ഞാൻ ആകെ ചെയ്തവണ അയാൾക്ക് ഒരു ഇന്റർവ്യൂ അറേഞ്ച് കൊടുത്തു. പക്ഷെ നിങ്ങൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കാരണമാണ് പെരേര. ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ആൾക്കാരാ പറയുന്ന. പെരേര ആദ്യം ഞാൻ വൈറലായി 1 വർഷം കഴിഞ്ഞ് പെരേര നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ആക്ച്വലി റിവ്യൂ എന്നുള്ള സംഭവം കൊണ്ടുവന്നത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പല ആൾക്കാർ പറയാറുണ്ട് ആരാട്ടനം കൊണ്ടുവന്നാണ്. ഞാനല്ല കൊണ്ടുവന്ന. ഞാൻ വൈറലായ 1 വർഷ ശേഷം പുള്ളി തന്നെ വൈറലായതാണ്. പ്ലാൻ ചെയ്ത് വെച്ചാൽ തന്റെ കൂടെ നിന്നാൽ കുറച്ചല്ല ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം വൈറലായത് പുള്ളി തന്നെ വൈറലായതാണ്. ഞാൻ ഒരു ഇന്റർവ്യൂ അറിഞ്ഞിട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും നെക്സ്റ്റ് മൂവി ഇറങ്ങാനുണ്ടോ ഇനി നിങ്ങളുടെ? എന്റെ അഭിനയിച്ചതാ. നമ്മൾ 3 സിനിമയിൽ അഭിനയിച്ചത്. ഒന്ന് ബാഡ് ബോയ്സ്, പിന്നെ ബസൂക്ക, പിന്നെ 3ാമത് വിപിൻ ആറ്റ്ലി. മറ്റേ ആറ്റ്ലി അല്ല, വേറെ പടമുണ്ട്. അത് ഇറങ്ങുമെന്ന് അറിയില്ല. പുതിയ പ്രൊജക്ട് ആൽബം ഇറങ്ങണ്ടല്ലോ, തിരുമാലി ഇറങ്ങണല്ലേ? എപ്പോഴും ഇറങ്ങാൻ സോണിയിലാണ്. എപ്പോഴും ഇറങ്ങാൻ അറിയില്ല. ഏതെങ്കിലും പുതിയ പ്രൊജക്ട് വന്നിട്ടുണ്ടോ? ഷോർട്ട് ഫിലിമും ചെയ്യുന്നില്ല. ഷോർട്ട് ഫിലിം ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആറാട്ടണ്ണൻ CA ആയിട്ട്. അത് ഷൂട്ട് തുടങ്ങാൻ വിനീതൻ പറഞ്ഞത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ എറണാകുളത്ത് നിൽക്കുന്നത്. സ്റ്റഡീസും അവിടെയൊന്നും പോവാതെ. ചികിത്സയല്ല, അമ്മ നോക്കാൻ വേണ്ടി. പ്രായമായി. അമ്മ ഇങ്ങേരും കൊണ്ട് അമ്മയോട് വയസ്സായുള്ള ആളാണ്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടോ, മോനെ, അതായത് എനിക്ക് നിന്നൊരു നല്ല പേര് കേട്ടിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എന്ന് അങ്ങനെ വല്ലതും അമ്മ പറഞ്ഞിട്ടുണ്ടോ? പുള്ളിക്കാരത്തി ഈ കാര്യം അറിയുന്നില്ല. അമ്മ ഇതൊന്നും അറിയണില്ലേ മോൻ? നല്ല പ്രായമുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ പ്രായമാണ്. മമ്മൂട്ടിയുടെ ഒപ്പം പഠിച്ചാണ്. മഹാരാഷ്ട്ര കോളേജിൽ പഠിച്ചാണ്. പുള്ളിക്കാരത്തി ഒന്നും അറിയുന്നില്ല. മമ്മൂട്ടിയുടെ ക്ലാസ്മേറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ അറിയോ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് വേഗം പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ സമയത്ത് നിങ്ങൾ എസ് ആണോ നോ ആണോ ജസ്റ്റ് പറഞ്ഞാൽ മതി. പേയ്മെന്റ് വാങ്ങിയിട്ട് മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇനി അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടോ? സാധ്യതയില്ല. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം ചില സിനിമാക്കാരി, പുതിയതായിട്ട് വരുന്ന സിനിമാക്കാരി ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണം, ഞങ്ങളുടെ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്യണം, ഞങ്ങൾക്ക് ടിക്കറ്റ് അടിച്ചു തരാറുണ്ട്, ഭക്ഷണം മേടിച്ചു തരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്ത കാര്യം ചെയ്തെന്ന് പറയാം. ഒരുപാട് പുതിയ സിനിമാക്കാരെ ഞങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേയ്മെന്റ് ഭക്ഷണമായിട്ടും, പിന്നെ പേയ്മെന്റ് ആയിട്ട് തന്നിട്ടില്ല, ഭക്ഷണം തന്നിട്ടുണ്ട്, ടിക്കറ്റ് തന്നിട്ടുണ്ട്. പെരേര ഒരു കാമപ്രാന്തനാണ്. കാണിക്കില്ല. ഞാൻ ഇവരെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിൽക്കാറില്ല, അതുകൊണ്ട് അറിയാൻ പറ്റും. മൂവി റിവ്യൂ ഇവരെല്ലാം ഫേമസ് ആവാൻ താങ്കളാണ് കാരണം എന്ന് തോന്നി. തിയേറ്റർ തോന്നിയിട്ടുണ്ടോ? ആ കാർഡ് ഇങ്ങനെ പൊക്കി കാണിക്കോ? യെസ്. ശരിയാണോ? യെസ്. ലാലേട്ടന്റെ അഭിനയാണോ മമ്മൂക്കയുടെ അഭിനയാണോ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല? ലാലേട്ടന്റെ അഭിനയം. നിങ്ങളുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ബാധിക്കുന്നുണ്ടോ? അതെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു, സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് അത് ഇടണ്ടായിരുന്നില്ല, ഡിലീറ്റ് ചെയ്യായിരുന്നു തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? സത്യവാണ് ശ്രദ്ധിക്കാൻ പാനേ. വൈറലായ ശേഷി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ചിലർ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട, ഇവന്റെ കമ്പനി ശരിയാവില്ല പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച പിള്ളേർക്കെല്ലാം പലർക്ക് അസൂയ തോന്നിയിട്ടുണ്ട് ഫേമസ് ആയിരുന്നു. കാരണം എന്റെ ഫാമിലിയിലാണെങ്കിലും കൂടെ പഠിച്ചല്ലായിരുന്നു ഞാൻ ഫേമസ് ആയിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ജലസി തോന്നിയിട്ടുണ്ട് പിള്ളേർക്ക്. ഈ ഒരു റിവ്യൂവർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറാൻ തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ എഴുതുന്ന? അല്ല, ഈ ഫെയിം പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഈ ഫെയിം കാരണം. നിങ്ങളുടെ വീഡിയോസ് പലർക്കും ഇൻസ്പിറേഷൻ ആണെന്ന് നിങ്ങളോട് ആരെങ്കിലും വന്ന് ഡയറക്റ്റ് പറഞ്ഞു? പലർക്കും ഇൻസ്പിറേഷൻ ആണെന്ന് ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങളെ ആരെങ്കിലും അനുകരിച്ചിട്ട് റീൽസ് ചെയ്യില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്.
അതുപോലെ ഇപ്പൊ നിങ്ങൾ മൂവീസിന് എല്ലാത്തിനും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ വൈറൽ ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ആ ഒരു മൂവിക്ക് പോവാറുണ്ടോ? പോകാറുണ്ട്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ളൊരു രീതി ഉണ്ടല്ലോ, അത് മാറണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതായത് കൂടുതലും ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഈ സെൽഫി എടുക്കാൻ ചെല്ലുമ്പോ പിടിച്ച് തള്ളിയിടുക, ആ സംഭവങ്ങളൊക്കെ കുറെ പുതിയതായിട്ട് വരുന്ന ആക്ടർമാര് അതൊന്നും മാറ്റണം. കാര്യം അവരുടെ 150 രൂപ മുടക്കിയിട്ടാണ് അവർ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതേപോലെ തള്ളലും പിടിക്കലൊന്നും വേണ്ട പ്രേക്ഷകരെ. എനിക്ക് പറയാനുള്ളത് ഇയാളെ പോലെ വളരെ കഴിവുള്ളതും വളരെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ചാൻസ് കൊടുക്കണം. നിങ്ങളിപ്പോ റിവ്യൂ പറയുന്നില്ലേ, ഈ റിവ്യൂ പറയുന്നത് പല മൂവീസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ടോ? ചില ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും മൂവി കണ്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ടോ? എത്ര പടങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഉറങ്ങിയതിന്റെ പേരിൽ ഒരു പടത്തിന്റെ ഉറങ്ങിയതിന്റെ പേര് കേസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷോ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഉറങ്ങൂ. വിഷ്ണു കൊച്ചിക്കാരനും പെരേരയും നിങ്ങളെ യൂസ് ചെയ്യാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട്. പെരേര ഉപയോഗിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഫെയിം തോന്നാകുമ്പോൾ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. കല്യാണത്തിന്റെ പ്രായം ഉണ്ടല്ലോ, കല്യാണം കഴിക്കാനുള്ള പ്രായമുണ്ട്. അല്ല, അത് കല്യാണത്തിന്റെ പ്രായം കല്യാണത്തിന്റെ പ്രായം കൂട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? കൂട്ടേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോ തന്നെ അല്ലേ കല്യാണം കഴിക്കട്ടെ എന്നാണ് എന്റെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്റെ കല്യാണം നടക്കില്ല. പെൺകുട്ടികൾക്ക് 18, ആൺകുട്ടികൾക്ക് 20 വയസ്സാകുമ്പോ 21 വയസ്സാകുമ്പോ കെട്ടി കല്യാണം കഴിക്കാൻ നല്ലത്. ആറാട്ടണ്ണൻ ഒരു തുറന്ന പുസ്തകമാണോ? പുള്ളിനെ യെസ്, അതെ, ആറാട്ടണ്ണൻ തുറന്ന പുസ്തകമാണ്. കാരണം പുള്ളിയുടെ കൂടെ 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ മൈൻഡ് സെറ്റ് അറിയാൻ പറ്റും. പുള്ളി മൊബൈലിൽ വീഡിയോ കാണുന്ന ഒരാളല്ല. ഓക്കെ, അതായത് ബ്ലോക്ക് ചെയ്ത ലിസ്റ്റ് അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററി, അതുപോലെ ചാറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് അത് കാണിക്കാൻ പറ്റുമോ? എനിക്കുണ്ട്. എനിക്ക് ഫോണിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അത്രയ്ക്ക് ഞാനിത് എനിക്കാകെ അറിയാവുന്ന കൊളാബ് ചെയ്യാനായിട്ട്, അത് അണ്ണൻ പഠിപ്പിച്ചതാണ്. കൊളാബ് ചെയ്യാനായിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കൊളാബ് ചെയ്യണം, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം, അതൊക്കെയാണ് അണ്ണൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഫോൺ ആർക്കും എടുത്ത് നോക്കാം. നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ലടാന്ന് പറയുന്നവർ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്നവരോട് കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവാന്ന് പറഞ്ഞില്ലേ, പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞത് ഹേർട്ട് ചെയ്തിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും പോയി മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? കരയാറുണ്ടോ? അങ്ങനെ ഓപ്പൺ ആയിട്ട് കരയാറുണ്ട്. ചില സമയത്ത് കരയാറുണ്ട്. അതായത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. പബ്ലിക് പ്ലേസിലും കരഞ്ഞിട്ടുണ്ട്, അല്ലാതെയും കരഞ്ഞിട്ടുണ്ട്. പുള്ളി കരണേ കണ്ടേക്കണേ ഞാൻ. ഓക്കെ, മൂവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തും ചെയ്യോ? ഇപ്പൊ സെക്സി ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യോ? ഞാൻ ചെയ്യും. ഞാൻ ന്യൂഡായിട്ട് കൂടെ അഭിനയിക്കാൻ തയ്യാറാണ്. ഇനി ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. അതുപോലെ രേണു സുധിയുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അഭിനയിക്കില്ലേ? കാരണം പറയാനില്ല. അഭിനയിക്കൂല്ലേ? താല്പര്യമില്ല. അഭിനയിക്കില്ല. പെരേര അഭിനയിക്കുന്നതോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്തൊരു ലാസ്റ്റ് 2 പേരോടും ചോദിക്കാനുള്ള. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഈ കാണുന്ന പ്രേക്ഷകരില്ലേ, ഈ പ്രേക്ഷകരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾ ശരിക്കുള്ള ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെ, എല്ലാവരും ഇപ്പൊ എനിക്കായാലും ഒരു എന്താ പറയുക, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഓരോ വീഡിയോയിലേക്ക് കാണിക്കുന്നത്, ഓരോ സംഭവമൊക്കെ ചെയ്യുന്നത്. അതേപോലെ ആറാട്ടണ്ണനും ലക്ഷ്യം ഉണ്ടാകുന്ന ആറാട്ടണ്ണൻ പറ. എൻ്റെ ലക്ഷ്യങ്ങൾ വേറെ വളർന്നതാണ്. എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറി ശരിക്കും ഞാൻ എന്താണ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര സൊസൈറ്റിനോട് പറയാനുള്ളൂ. എന്നെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇവരുടെ ഒരുപാട് വിലപ്പെട്ട സമയമാണ് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മൈൻഡ്സ്കേപ്പിന്റെ എപ്പിസോഡിൽ അവസാന ഒരു ചോദ്യം അങ്ങോട്ടുണ്ട്. ഞങ്ങൾ 2 പേരുള്ള ആരോടാണ് ക്രഷ് തോന്നിയത്? വേറൊരു കാര്യം ഞാൻ പറയാം. ആറാട്ടണ്ണനോട് തനിക്ക് ക്രഷ് തോന്നിയാൽ തന്റെ ലൈഫ് സെറ്റിൽഡ് ആണ്. ക്യാഷിന് ക്യാഷ്, സ്വന്തമായിട്ട് 30 സെന്റ് സ്ഥലം എല്ലാം ഉണ്ട്. എന്നോട് ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ പട്ടിണി ദാരിദ്ര്യം. സിനിമ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഒരാളാണ്. ഓട്ടോ ഡ്രൈവറാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്.
അവിടെ എന്നോട് കൃഷി തോന്നിക്കഴിഞ്ഞാൽ പട്ടിണിയായിരിക്കും. കാര്യം ഞാൻ സിനിമയുടെ പുറകെ നടക്കുന്ന ഒരാളാ. ഏത് വേണമെന്ന് തീരുമാനം. അതല്ല, അങ്ങനെയല്ല, അതൊന്നും നോക്കണ്ട. ഞങ്ങൾ രണ്ടുപേരെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ആരോടാണ് ക്രഷ് തോന്നിയത്? ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞു. കമ്മിറ്റഡ് ആണോ? അണ്ണനോട് തോന്നിയത് ഒരുപാട് പെൺപിള്ളേര് എനിക്ക് എന്നോട് തോന്നിയിട്ടില്ല. ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്, അണ്ണൻ കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പെൺപിള്ളേരോടൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അത് കള്ളം പറഞ്ഞല്ലേ എന്നെ ആള്. ശരിക്കും ആലോചിച്ചിട്ടൂടെ പറയാം, അല്ല ഇന്ന് രാത്രി വീഡിയോ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും എല്ലാ കമ്മിറ്റഡ് അല്ല എങ്കിൽ കമ്മിറ്റഡ് അല്ല എങ്കിൽ ഞങ്ങളോട് ആരോട് തോന്നും? എന്നോട് കമ്മിറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ആരോടെ ഒരു അട്രാക്ഷൻ തോന്നി. എനിക്ക് ആറാട്ടനോട് ഭയങ്കര ക്രഷ് തോന്നി. ആറാട്ടനോട് ക്രഷ് തോന്നിയാ? ഓക്കെ ഓക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ഒരു ആങ്കർ. ഞാൻ അങ്ങോട്ട് വേറെ ആങ്കർ നിങ്ങൾ രണ്ടുപേരും ആറാടട്ടെ. ഇത്രയും ഫേമസ് ആയ സിനിമയിൽ കയറി അഭിനയിച്ച് ആറാട്ടെ. ആ ഒരു നിങ്ങളുടെ ഫേമസ് ഡയലോഗ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. ലാലേട്ടൻ ആറടിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ആറാട്ടണ്ണനും അതുപോലെ വിഷ്ണു കൊച്ചിക്കാരനുമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു എപ്പിസോഡാണ്. നല്ല ഒരുപാട് ടൈം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നു, അതിന് ഒരുപാട് അധികം നന്ദിയുണ്ട്. ഇനിയും ഞാൻ വിളിക്കുമ്പോൾ ഇതുപോലെ വരണം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനിയും കൂടുതൽ പുതിയ എപ്പിസോഡായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ ആറാടുകയാണ്. ഓക്കെ, ബൈ.